നമസ്കാരം, ബിനീഷ് എലപ്പാറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതൊരു വ്യക്തിക്ക് വേണേലും സ്വന്തമായിട്ട് വാഹനങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ സ്വന്തമായിട്ട് ഫോണിലൂടെ എടുത്തപ്പോഴത്തേക്കും വളരെ തുച്ഛമായ എമൗണ്ടേ ആയിട്ടുള്ളൂ. അതായത് ഒരു ബൈക്കിനൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഏകദേശം 700 രൂപയും അതിന് GST കൂട്ടി ഏകദേശം 800 രൂപയോളം ആയതേ ഉള്ളൂ അവർക്ക് ഇൻഷുറൻസ് എടുത്തപ്പോൾ. പക്ഷേ ഏതെങ്കിലും ഏജൻസി വഴി എടുക്കുമ്പോഴത്തേക്കും 1200 മുകളിലൊക്കെ 1550 അങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ ആകാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോളിസി ബസാർ പോലെയുള്ള സൈറ്റുകൾ വഴി എടുക്കുന്ന ഇൻഷുറൻസും അതുപോലെ ഏതെങ്കിലും ഏജൻസി വഴി എടുക്കുന്ന ഇൻഷുറൻസുകളും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും അതിനൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പോളിസി ബസാർ പോലുള്ള ഇൻഷുറൻസ് എടുക്കുന്നത് ജസ്റ്റ് ഏതെങ്കിലും പഴയ വാഹനങ്ങളാണ്. ജസ്റ്റ് ഒരു പോളിസി മാത്രം ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ വാഹനം ഉപയോഗിച്ച് ഒരു ആക്സിഡന്റ് നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വണ്ടി ഓടിച്ച ആൾക്കോ അല്ലെ വാഹനത്തിലോ ഒരു രീതിയിലുള്ള ക്ലെയിമുകളും ലഭ്യമാകുന്നതല്ല. എന്നാൽ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റി ടു, അതായത് ഓടിക്കുന്ന ഡ്രൈവർക്കുള്ള ഒരു കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും ഉള്ള ഒരു കവറേജ് ഉണ്ട്. കാറ് പോലുള്ള 4 വീലർ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, 4 വീലറിൽ മുകളിലോട്ടുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പെയ്ഡ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ ഓണർക്കും പ്രത്യേകമായിട്ടുള്ളൊരു കവറേജ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓണർ അല്ല മറ്റൊരു വ്യക്തിയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഉള്ള ഒരു കവറേജ് ഈ മറ്റ് ഏജൻസി വഴി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടും കൂടെ കൂടി ചേർത്താണ് ഈ ഒരു ഇൻഷുറൻസ് വരുന്നത്. പിന്നെ അതുപോലെ പ്രീമിയം കൂടുതലുള്ള വാഹനങ്ങളിൽ പ്രീമിയം കൂട്ടുമ്പോഴും ഈ വാഹനത്തിന്റെ ഇൻഷുറൻസിന്റെ എമൗണ്ട് കൂടുന്നതാണ്. ഇപ്പോൾ ഈ പോളിസി ബസാർ പോലുള്ള അങ്ങനെയുള്ള സൈറ്റുകൾ വഴി ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഏജൻസി വഴിയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ എമൗണ്ട് കുറഞ്ഞിരിക്കും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ചെറിയ വിഷയത്തെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമാകുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. See you.